നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതോ വിരൽ വരയും വിധി ഏകാകിയാമഴലിൻ സഖേ ഒഴുകൂ കനവിൻ കരിനിലാ സന്ധ്യയിൽ മുകിലായ അകലെ ഒഴുകൂ നീ. നിങ്ങൾ ഇപ്പൊ രക്ഷിച്ചത് ഞാനാ. ഇല്ലെങ്കിൽ ഇതിനകം പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. പിന്നെ പത്രവാർത്ത, ചാനൽ ചർച്ച, ജയിൽവാസം, നാണക്കേട്, കൊലയാളി ഡോക്ടർ എന്നുള്ള പേരും. അറിഞ്ഞോണ്ടല്ലെങ്കിലും മരുന്ന് മാറി അവൻ ഇഞ്ചക്ഷൻ കൊടുത്തത് നിങ്ങൾ തന്നെയാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം. നെഞ്ചിനോവിലൊരുകും മഞ്ഞൾ കാറ്റിൽ കൊഴിയുമിത് നീയോ തീരം തീരയും മിഴിനീരിൽ താനേ തളരും ഇവൾ നീയോ പറയാനറിയാതകലെ മറയേ ഉയരാനുലകാണവനെന്നറിയേ തിരികെ വരുവാനരുതാതെ വിടെ മറയും നിനവേ വരുമോ അരികിൽ. നിങ്ങൾ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടേ? ലോൺ എടുക്കാൻ നേരത്തെ ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞേ. ഞങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ലെന്നേ. കാശില്ലാത്തോണ്ടൊന്നല്ലോ. തിരിച്ചു ചോദിക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. ഞങ്ങൾ വന്നതേ നിങ്ങളുടെ മുടന്ത ന്യായം കേൾക്കാനല്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ. സാർ, നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കണം. ഈ വീടിന്റെ താങ്ങും തണലുമായ മകനല്ലാതായി പോയത്. അതിന്റെ ഷോക്കിൽ നിന്ന് ഈ വീട്ടിലുള്ളവരാരും കരകയറിയിട്ടില്ല. നിങ്ങൾ ഇവർക്ക് കുറച്ചുകൂടി സാവകാശം കൊടുക്കണം. ഞങ്ങൾക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, സുധിയുടെ ഭാര്യയോടാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വിധവയായി പോയ പെൺകുട്ടിയുടെ കുറച്ചുകൂടി മര്യാദ കാണിക്കണം. പണമില്ലാഞ്ഞിട്ടല്ലോ, വീട് വിറ്റതൊക്കെ ബാങ്കിൽ കിടപ്പില്ലേ, അതെടുത്ത് അടച്ചാൽ മതിയല്ലോ. സാറ് നിങ്ങൾ പറഞ്ഞത് ശരിയാ. വീട് വിറ്റ പണം ബാങ്കിൽ കിടപ്പുണ്ട്. പക്ഷെ അതിൽ നിന്ന് പണം എടുത്ത് ഇതിന്റെ ലോൺ അടയ്ക്കാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കാർക്കും ആ പണത്തിൽ യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അച്ഛാ, ഞാൻ പറയുന്നത്. മോളൊന്നും പറയണ്ട. മോടച്ഛൻ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ വീട് വിറ്റ കാശ് ഇനിയുള്ള മോടെ ജീവിതത്തിന് അത് വേണം. നീ എന്തൊക്കെയാ മനോഹരായി പറയുന്നത്? ഇവിടെ ബാങ്കുകാർക്ക് വാക്ക് കൊടുത്തത് ഇവളല്ലേ? അപ്പൊ പിന്നെ ആ പണം എടുത്ത് അടയ്ക്കുന്നതിൽ എന്താ തെറ്റ്? അമ്മയൊന്നും ഉണ്ടായിരുന്നേ. സുധി മരിച്ചു, ശരിയാ. മരിക്കുന്നതിന് മുമ്പ് സുധി ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഇവളെക്കുറിച്ച് ഓർത്തിട്ടാ, ഇവളെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാ. ഇവളുടെ ആകെ സമ്പാദ്യമായി ആ പണം എടുത്ത് നമ്മൾ ബാങ്കിൽ അടച്ചാ
സുധിയുടെ ആത്മാവ് പോലും നമ്മളോട് പൊറുക്കില്ല. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ദാ ഇത് പിടിച്ചു. ഇത് ഞാൻ ഇന്ന് മേടിച്ച പുത്തൻ മാലയാ. 5 പവൻ തികച്ചുണ്ട്. ഈ മാല നിങ്ങളുടെ ബാഗിൽ തന്നെ പണയം വെച്ചു. എന്നിട്ട് ലോണിന്റെ കുടിശ്ശികയായി തൽക്കാലം ആ പണം എടുത്തു. മോനെ, ഇത് വേണ്ട. അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. എന്നാ അച്ഛാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പണം നമുക്കടയ്ക്കാം. മോളെ, മോളെന്ത് പറഞ്ഞാലും ആ പണം എടുത്ത് അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ എന്തിനാ നിൽക്കുന്നേ? കുടിശ്ശിക അടയ്ക്കാനുള്ള പണം കിട്ടിയില്ലേ? ഒന്നും ആവുന്നില്ല. പലിശ പോലും തീരില്ല. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ ലോൺ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ വീട് ലേലത്തിന് വെക്കേണ്ടി വരും. എന്തു പറ്റി? ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാറ്, പ്രശ്നം മറ്റൊന്നുമല്ല. മരിച്ചുപോയ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എടുത്ത ഹൗസിംഗ് ലോണിന്റെ കാര്യമാണ്. അത് ഉടനെ അടച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അതിന് എത്ര പണം അടയ്ക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് തെറ്റാതെ അടയ്ക്കണം, അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള പണം അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. അത് എത്ര വരുമെന്നല്ലേ ചോദിച്ചത്? സാർ, 1 വർഷത്തെ കണക്കിൽ ഒരു 4.5 ലക്ഷം രൂപയെങ്കിലും വരും. ഇത്ര ചെറിയ തുകയ്ക്കാണോ നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്? അത് സാർ, ഇതടയ്ക്കാനുള്ള പണം ഇവരുടെ കയ്യിലുണ്ടല്ലോ. സാർ, ഈ കുട്ടിയുടെ വീട് വിറ്റ കുറച്ച് പണം ബാങ്കിൽ കിടപ്പുണ്ട്. അതല്ലാതെ ഇവരുടെ കയ്യിൽ 5ന്റെ കാശില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? ക്ഷമിക്കണം, ഞാൻ ചോദിക്കുന്നുണ്ട്, മറ്റൊന്നും വിചാരിക്കരുത്. ഹോസ്പിറ്റലിൽ നിന്നും അക്ഷര തന്ന 20 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഇല്ലേ? ആ പണത്തിൽ നിന്ന് ഈ ലോൺ അടച്ചൂടെ? ഡോക്ടർ എന്താ ഈ പറയുന്നേ? ഏത് കോമ്പൻസേഷൻ? ആര് വാങ്ങിച്ചു? ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഡോക്ടറെ. ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാ. ഞങ്ങളോടാരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങളാരും കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. അക്ഷര മാഡം വെറുതെ പറഞ്ഞതായിരിക്കും. സർ, നിങ്ങൾ പോയിക്കോളൂ. അധികം താമസിയാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, പൊയ്ക്കോളൂ. ഹലോ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. കോമ്പൻസേഷൻ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ആ കോമ്പൻസേഷനായി 20 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങിയത് ഇയാളാ, ഈ ശരത്. ഇയാളാണ് അക്ഷരയോട് കോമ്പൻസേഷന് വേണ്ടി വഴക്കുണ്ടാക്കിയതും ചെക്ക് വാങ്ങിയതുമെല്ലാം.